ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു ഫുൾ കോമഡിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുക കേട്ടോ, കോമഡി ഇത് അവതരിപ്പിച്ച ആൾക്ക് അത് കോമഡിയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ യോദ്ധ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടോ? മലയാള സിനിമ യോദ്ധ. 80s കിഡ്സും 90s കിഡ്സ് ഒക്കെ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ 2K കിഡ്സ് കണ്ടിടാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ കണ്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടില്ല എന്നല്ല, ചിലരൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. അതിലെ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. അപ്പുകുട്ടൻ എന്ന് പറയുന്ന ജഗതി അവതരിപ്പിക്കുന്ന കഥാപാത്രം, അതേപോലെ തന്നെ അശോകൻ എന്ന് പറയുന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഇവർ തമ്മിൽ ഭയങ്കര മത്സരമാണ്. ഈ മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ സംഘടിപ്പിക്കപ്പെടുന്ന രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമാണ്. ഒരു ക്ലബിന്റെ ക്യാപ്റ്റൻ അശോകൻ, ഒരു ക്ലബിന്റെ ക്യാപ്റ്റൻ അപ്പുകുട്ടൻ. എല്ലാ മത്സരത്തിലും അപ്പുകുട്ടൻ 8 നില തോക്കും. പക്ഷെ എന്നാലും പുള്ളിയുടെ വെല്ലുവിളിക്ക് യാതൊരു കുറവുമില്ല. അതും പോരാഞ്ഞിട്ട് പുള്ളി ഇവിടെ നിന്ന് വിട്ട് നേപ്പാളിൽ പോയി നേപ്പാളിലുള്ള തന്റെ അമ്മാവന്റെ മോളെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഈ കഥയൊക്കെ മാറ്റി പറയോടെ ചെന്നിട്ട്, അതായത് മത്സരത്തിൽ ജയിച്ചത് ജഗതി അവതരിപ്പിക്കുന്ന കഥാപാത്രം, അവിടെ അശോകൻ എന്ന പേരിലാണ് പുള്ളി സ്വയം പൊക്കിയടിക്കുന്നത്. പേരടക്കം മാറ്റി പറഞ്ഞ് ഞാനാണ് നിരന്തരമായിട്ട് ജയിക്കുന്നത്, മറ്റയാളെ തോപ്പിക്കുകയാണെന്നുള്ള കാര്യം പറയും. ഇതിനെയൊക്കെ വെല്ലുന്നൊരു കോമഡിയാണ് മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷാഹിദ് അഫ്രീദി പാകിസ്ഥാനിൽ കാണിച്ചിരിക്കുന്നത്. മുറ്റു കോമഡി എന്ന് പറഞ്ഞാൽ മുറ്റു കോമഡി. നമ്മളൊക്കെ തോറ്റു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ചിലപ്പോൾ നിരാശയിൽ നമ്മൾ പുറത്തിറങ്ങിയില്ല, അവരോട് സംസാരിച്ച് ചില ആൾക്കാർ പോട്ടെ, തോറ്റ വലിയ പ്രശ്നം, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്ന രീതിയിലിരിക്കും. ചില ആൾക്കാർ തോറ്റതിന് ഒരു ന്യായീകരണം കൊണ്ടുവരും. എൻ്റെ കുഴപ്പം കൊണ്ടല്ല തോറ്റത്. ഇപ്പോൾ ആ സിനിമയിൽ തന്നെ പറയുന്നത് പോലെ, ഞാനൊരാൾ ഒറ്റയ്ക്ക് വിചാരിച്ച് ജയിക്കാൻ പറ്റുമോ, ബാക്കിയുള്ളവരുടെ കൂടെ വിചാരിക്കണ്ടേ എന്ന് പറയുന്നത് പോലെ, കൂടെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ എതിരാളിയുടെയോ അല്ലെങ്കിൽ എതിരാളിയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് തൻ്റെ കുഴപ്പം കൊണ്ടല്ല തോറ്റെന്ന് പറയും. പക്ഷേ തോറ്റ് തൊണ്ണന്നക്കി തുന്നം പാടിക്കുന്ന സമയത്ത് ഒരു വിക്ടറി റാലി നടത്താൻ, ഒരു വിക്ടറി പരേഡ് നടത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഷാഹിദ് അഫ്രീദിക്ക് പറ്റും. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ കൈകാലം പിടിച്ചിട്ടാണ് സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തടി കഴിച്ചിലാക്കി പോയതാ. എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് പുള്ളി ഒരു വിജയ റാലി, പുള്ളി ജയിച്ചു എന്ന രീതിയിൽ ഒരു വിക്ടറി പരേഡ് നടത്തിയിരിക്കുന്നു. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. പലമാതിരി പട്ടി ഷോകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇമാതിരി പട്ടി ഷോ ഞാൻ ആദ്യമായിട്ട് കാണുക. ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ എനിക്ക് അഫ്രീദിയെ ഇഷ്ടമായിരുന്നു. കാരണം നല്ല തട്ടുപൊളിപ്പം കളിക്കാരൻ, നമ്മൾ പറയുന്ന പോലെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജയസൂര്യ, അഫ്രീദി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ല ബാറ്ററാണ്. ഫുള്ളി സൈദന്മറിനൊപ്പം ഓപ്പണിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാൽ ഔട്ടാകുന്ന വരെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. കാരണം ആള് നല്ല വേഗതയിൽ സ്കോർ അടിച്ച് കയറ്റും. മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ കൂടിയാണ്, സ്പിന്നറാണെന്നാണ് എൻ്റെ ഓർമ്മ. നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇമ്രാൻഖാന്റെ വഴി പിന്തുടർന്ന് എങ്ങനെയെങ്കിലും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ് പുള്ളി നടത്തുന്നത്. പുള്ളി പണ്ടെങ്ങാനും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് എൻ്റെ ഓർമ്മ, ഞാൻ പൊളിറ്റിക്കലി ഇറങ്ങാനുള്ള ശ്രമമാണെന്ന്, എനിക്ക് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പിന്തുണയുണ്ടെന്നോ അതിനുവേണ്ടിയുള്ള നന്മ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി നടത്തിയിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഇമ്രാൻഖാനെ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പ്രധാനമന്ത്രിയാകാനുള്ള ഒരു സാഹചര്യം പുള്ളി നോക്കുന്നത്. പക്ഷേ ഇമാതിരി ഊളത്തിറക്കം കാണിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്, കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ഈ മില്യനത്തിൽ ഏറ്റവും ബെസ്റ്റ് കോമഡി എന്ന് പറയാം. ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോമഡിയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2007 T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ തോറ്റു. എന്നിട്ട് പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞൊരു റാലി നടത്തി കഴിഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടത് മാത്രമല്ല, വൺ തള്ളാണ്. ഒരു വാർത്ത തന്നെ എന്ന് വായിച്ചേപ്പിച്ചു തരാം. A video of Afridi's rally has gone viral on social media platforms. He heaped praises on the Pakistani armed forces, calling them unbreakable. അൺബ്രേക്കബിളേ. നാടായ നാട് മുഴുവൻ, ലോകമായ ലോകം മുഴുവൻ ഓടി നടന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യയോടൊന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പറഞ്ഞ ആൾക്കാരാണ് അൺബ്രേക്കബിൾ. Speaking to local Pakistani media, Afridi boasted, "Our army has shown who is stronger. They, Indians, ബ്രാക്കറ്റില്, അണ്ടർ എസ്റ്റിമേറ്റഡ് അസ്." നമ്മൾക്ക് ഒരു അണ്ടർ എസ്റ്റിമേഷൻ ഇല്ല കേട്ടോ, ഒരു അണ്ടർ എസ്റ്റിമേഷൻ. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണെന്നുള്ള ചിന്താഗതിയേ ഉള്ളൂ. ദേ ഹാഡ് നോ ഐഡിയ അബൌട്ട് അവർ സ്കിൽസ്. പിന്നെ നമുക്ക് നല്ല സ്കിൽസ് ഓർമ്മയുണ്ട്. ഒളിഞ്ഞിരുന്ന് വെടിവെക്കലല്ലേ, നേരെ നേരെ ഒന്നുള്ള വെടിവെപ്പല്ലല്ലോ. സാധാരണക്കാരെ വെടിവെച്ചിടുക, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടും പിന്നെയും വെടിവെക്കുക. ഇതാണ് നിങ്ങളുടെ സ്കിൽ ആൻഡ് ടെക്നോളജി ദാറ്റ് വി യൂസ്. ട്രൈ ടു എൻഗേജ് എ വാർ ആൻഡ് ദ വേൾഡ് വിൽ കം ടു നോ ഹൂ ഈസ് സ്ട്രോങ്ങർ. ഈ യോധയില് കബഡി മത്സരത്തിൽ തോറ്റതിന് ശേഷം ജഗതി ഉർവശിയെ കാണുന്ന സീനുണ്ട്. ജഗതിയുടെ മുറപ്പനാണ് ഉർവശി. കാണുന്ന സമയത്ത് പുള്ളി
പിന്നെയും വെല്ലുവിളിക്കുകയാണ്, അശോകന്റെ തോറ്റ മുഖത്തിന്റെ ഓഞ്ഞ ഷേപ്പ് നീ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഉർവശി പറയാം, അതിനുള്ള അവസരം നിങ്ങൾ തരുന്നില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ അടുത്ത പുള്ളിയുടെ ഡയലോഗ്, എന്നാൽ നീ കാവിലെ പാട്ട് മത്സരത്തിന് വാ, അശോകന്റെ തോറ്റ മുഖത്തിന്റെ ക്ലോസപ്പ് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉർവശി പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ അഫ്രീദിയോട് പറയാവുന്നത്. ചുമ്മാ ചെന്നങ്ങ് തോറ്റാ പോരെ, വീരവാദം മുഴക്കണോ? ചുമ്മാ ചെന്നങ്ങ് തോറ്റാ പോരെ, വീരവാദം മുഴക്കണോന്ന്. ഇനി അടുത്തത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. മോദി ഡി നോട്ട് അലോ ക്രിക്കറ്റ് ടീം ടു പാകിസ്ഥാൻ. There is so much of hate generated against us. What kind of mindset is this? നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇന്ത്യ ക്രിക്കറ്റ് ടീമിനെ അങ്ങോട്ട് അയക്കാത്തത് നിങ്ങൾക്കെതിരെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ പാകിസ്ഥാനുള്ള വെറുപ്പ് കൊണ്ടല്ല. അവിടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ടെററിസത്തിന്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. ഇന്ത്യയോടെ കളിക്കാൻ വന്നിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, കാർഗിൽ ഇന്ത്യയുടെ സ്ഥലങ്ങൾ ഒരു മഞ്ഞുകാലത്ത് നുഴഞ്ഞു കയറി പിടിച്ചടക്കിയ പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തി ഒഴിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിന്റെ സമയത്ത് ഇന്ത്യ വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി, ഇനി അങ്ങോട്ട് പോവില്ല എന്ന് തീരുമാനിച്ചു. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടീം അവിടെ കളിക്കാൻ. നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല, ബാലാജി അടക്കം 6 അടിച്ച് തൂക്കിയതാണ്. ആ ബാറ്റൊക്കെ ഒടിഞ്ഞു വന്ന സീൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ടു വിൻ ദ ഹാർട്ട്, ഹൃദയങ്ങളെ ജയിക്കുന്നതിന് വേണ്ടി ഇതിന്റെ സ്ലോഗനായിട്ടാണ് ആ മത്സരത്തിന് ഇന്ത്യ അങ്ങോട്ട് വന്നത്. അങ്ങനെയൊക്കെ പലതവണയും പല കാര്യങ്ങളും മറന്നും പൊറുത്തുമൊക്കെയാണ് ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങളുടെ രീതി എന്ന് പറയും ഇതേപോലുള്ള പരിപാടിയാണ്. അവിടെയുള്ള ടെററിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുക, എന്നിട്ട് ഈ ടെററിസ്റ്റ് നേതാക്കന്മാർ മരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോയി അനുശോചനം അറിയിക്കുക. എന്നിട്ട് ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിക്കറ്റ് ബന്ധമാണ് ഇന്ത്യനെ അവിടെ ഒന്ന് കളിക്കണം. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, വാട്ട് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഈസ് ദിസ്? Innocent children and civilians were martyred. Show me one proof that the Pakistan army targeted Indian civilians. എത്ര എണ്ണം വേണം കാണിച്ചു തരട്ടെ? എത്ര എണ്ണം വേണം? കണ്ണു തുറന്ന് നോക്കിയാൽ മതി. അവിടെയുള്ള ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ തെളിവ് ചോദിക്കുമ്പോൾ ദാ എന്ന് പറയുന്നതല്ല. ഈ ലേറ്റസ്റ്റ് ആയി നടന്ന ആക്രമണത്തിൽ പുഞ്ചിൽ നിന്ന് വെടിവെപ്പിൽ 15 ഗ്രാമീണർ മരിച്ചു. അങ്ങനെ എത്ര സാധാരണക്കാര് പാകിസ്ഥാൻ പട്ടാളക്കാർ വെടിവെച്ചിടുന്നുണ്ട്. എന്നിട്ട് വന്നിരുന്ന ഒരൊറ്റ തള്ളാണ്. എന്തായാലും പുള്ളിക്കാരൻ്റെ ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ നല്ല രസകരമായിട്ടുള്ള മറുപടി സോഷ്യൽ മീഡിയസിൽ വരുന്നുണ്ട്. അതിൽ 1-2 ഒന്ന് കാണിച്ചു തരാം. ഷാഹിദ് അഫ്രീദി ലീഡിങ് എ സോ കോൾഡ് വിക്ടറി റാലി ഇൻ കറാച്ചി. ജസ്റ്റ് ലൈക്ക് ദെയർ ആർമി എവരി വൺ ഈസ് ഡിലൂഷണൽ. എല്ലാവരും ഒരു മായ ലോകത്താണെന്നാണ് പറയുന്നത്. ഡിലൂഷൻ എന്ന് പറയുന്ന ഒരു മെന്റൽ ഡിസോർഡറാണ്. അപ്പൊ അവരുടെ ആർമിയെ പോലെ തന്നെ അവിടെയുള്ള എല്ലാവരും ഒരു മായ ലോകത്താണെന്നാണ് ഈ ട്വീറ്റിൽ പറയുന്നത്. പണ്ട് ഈ ദുര്യോധനനും കൂട്ടരും കൗരവന്മാരെ പാണ്ഡവരുടെ അരക്കില്ലം കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിന്റെ ശില്പിയുടെ കഴിവ് കൊണ്ട് വെള്ളം ഏതാണ് കര ഏതാണെന്ന് മനസ്സിലാവില്ല, സ്ഥലം ഏതാണ് ജലം ഏതാണെന്ന് മനസ്സിലാവില്ല. അതിനെ സ്ഥലജല വിഭ്രമം എന്നാണ് പറയുക. അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനിൽ അഫ്രീദി അടക്കമുള്ള ആൾക്കാർ. ജയം ഏതാണ് തോൽവി ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഇതിനേക്കാളും വലിയ തോൽവി ഇനി കാണാനില്ല. അടുത്തൊരു സംഭവം കാണിച്ചു തരാം. Shahid Afridi needs an immediate psychiatric treatment. Otherwise, why a mentally fit person would celebrate the defeat of his nation? എന്തെങ്കിലും ആട്ടെ, തോറ്റ് കഴിയുമ്പം തനിക്കെതിരെ മത്സരിച്ചവരെ കുറ്റം പറഞ്ഞിരിക്കുന്നതിലൊക്കെ ഒരു പരിധി വരെയൊക്കെ ഓക്കെ. ഈ തോറ്റ കാര്യത്തിന് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന കറക്റ്റാ. ഒരു മാനസിക ചികിത്സ അത്യാവശ്യമാണ് അഫ്രീദിക്ക്. അടുത്താണ് ഏറ്റവും കിടിലൻ കമന്റ് ഞാൻ കണ്ടതിൽ. താങ്ക് ഗോഡ് ക്രിക്കറ്റ് മാച്ചസ് ആർ റെക്കോർഡഡ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് ലൈവ്. അതർവൈസ് പാകിസ്ഥാനി ക്രിക്കറ്റേഴ്സ് ലൈക്ക് ഷാഹിദ് അഫ്രീദി കുഡ് ഹാവ് ഫൂൾഡ് ദെയർ കൺട്രി ബൈ ക്ലെയിമിംഗ് ദാറ്റ് ദേ വോൺ ഓൾ ദ വേൾഡ് കപ്സ്. സത്യമാണ് കേട്ടോ. ഈ ക്രിക്കറ്റ് ലൈവ് ടെലികാസ്റ്റ് ഇല്ല അല്ലെങ്കിൽ റെക്കോർഡഡ് അല്ല എന്നുണ്ടെങ്കിൽ അഫ്രീദിയൊക്കെ നാട്ടിൽ ചെന്ന് പറയും ഞങ്ങൾ ഫുൾ കപ്പ് അടിച്ചിട്ടാ വന്ന പോണെങ്കിൽ ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ട്രോഫി മേടിച്ച് അതും കൊണ്ട് നാട്ടിൽ ചെന്നിട്ട് റാലി നടത്തും. ഞങ്ങൾ വേൾഡ് കപ്പ് അടിച്ചതെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഈ കള്ളം പറഞ്ഞിട്ട് വേണോ അല്ലെങ്കിൽ ഉടായ്പ് കാണിച്ചിട്ട് വേണോ ജനസമ്മതി നേടാൻ? അല്ല പാകിസ്ഥാനിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതിനേക്കാൾ അൺഎത്തിക്കലായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവിടെ ഉള്ളവർ. അപ്പം പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അഫ്രീദി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനെന്ന രീതിയിൽ ഇഷ്ടമുണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ കളിക്കുന്ന കോമാളിത്തരം കണ്ടിട്ട് എന്താ നിങ്ങളെപ്പറ്റി വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അമ്മാതിരി മുറ്റു കോമഡി ആയിട്ടാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയത്. എന്താണ് ഈ സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.